പ്രിയമുള്ളവർ, സ്റ്റാൻഡേർഡ് 7 മാത്സ് ചാപ്റ്റർ 2 ഫ്രാക്ഷൻസിൽ ചില കണക്കുകളാണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യാനായി പോകുന്നത്. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 12/7 നമ്മൾ ചെയ്യാൻ പോകുന്നത് 12നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. അതായത് 7ൻ്റെ മൾട്ടിപ്പിൾ വരത്തക്ക രീതിയിൽ 12നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. അതായത് 7/7 പ്ലസ് 5/7 എന്ന് നമ്മൾ എഴുതും. അതായത് 7ഉം 5ഉം കൂടെ കൂട്ടിയാൽ 12. ഇത് 7ൻ്റെ മൾട്ടിപ്പിളായിട്ട് വരികയും ചെയ്തു. ഈ രീതിയിലാണ് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, 7/7 എന്ന് പറയുന്നത് 1 പ്ലസ് 5/7 നമുക്ക് ആ രീതിയിൽ തന്നെ എഴുതാം. അതായത് 1 + 5/7 ആണ്. ഇത് നമുക്ക് ചേർത്ത് എഴുതാം. 1 5/7. ഇതാണ് നമ്മുടെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയാൽ എന്താണ്? 13/6 13/6 അല്ലേ? ഈ 13 നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. 6ൻ്റെ മൾട്ടിപ്പിൾ വരുന്ന രീതിയിൽ നമ്മൾ 13നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യും. അതേത് രീതിയിലാണെന്ന് പറഞ്ഞു തരാം. 13നെ നമ്മൾ 12/6 പ്ലസ് 1/6 ഈ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യും. നോക്കാം, 12 + 1 13 അല്ലേ? അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. 12/6 എന്ന് പറയുന്നത് 2 പ്ലസ് 1/6 നമ്മൾ അതേ രീതിയിൽ എഴുതുന്നു. അതായത് 2 + 1/6 എന്ന് കിട്ടി. ഇത് നമുക്ക് അടുപ്പിച്ചെഴുതാം. 2 1/6 എന്നാണ് നമ്മുടെ ആൻസർ കിട്ടുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നിങ്ങൾ മനസ്സിലാക്കിയുള്ള 8/5. ഇതിനെങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്? നിങ്ങളൊന്ന് പറഞ്ഞേ, എങ്ങനെയാണ്? യെസ്, നമ്മളിതിനെ 5/5 പ്ലസ് 3/5 എന്ന് സ്പ്ലിറ്റ് ചെയ്യും. അത് ഈ 5ൻ്റെ മൾട്ടിപ്പിൾ വരുന്ന രീതിയിലാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. 5/5 എന്ന് പറയുന്നത് 1 ആണ്. പ്ലസ് 3/5 നമ്മൾ എഴുതും. 1 + 3/5 എന്ന് പറയുന്നത് 1 3/5. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് പോവുക. അടുത്തത് മറ്റൊരു കണക്കാണ് 4 × 1/3. 4നെ 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് 4നെ ഈ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 4 × 1 കിട്ടും. /3 ഡിനോമിനേറ്റർ നമ്മൾ എഴുതും. 4 × 1 എന്ന് പറയുന്നത് 4 ആണ്. 4/3 എന്ന് നമുക്ക് കിട്ടും. ഇതിനെ വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എങ്ങനെ ചെയ്യും? 4നെ നമ്മൾ 3യുടെ മൾട്ടിപ്പിൾ കിട്ടുന്ന രീതിയിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. അതായത് നമ്മളിതിനെ 3/3 പ്ലസ് 1/3 എന്ന് എഴുതും. മനസ്സിലായോ? ഇവിടെ 4 ആണ്. അതിനെ നമ്മൾ 3 + 1 എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തു. ഇപ്പോൾ 3/3 എന്ന് പറയുന്നത് 1 ആണ്. പ്ലസ് 1/3 എന്ന് പറയുന്നത് അത് 1/3 തന്നെ നമ്മൾ എഴുതി. ചേർത്ത് എഴുതുമ്പോൾ 1/3 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ. 6 × 2/5 നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. എങ്ങനെയാണ്? ആദ്യം നമ്മൾ 6 × 2. ഈ 6നെ 2നെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. /ഈ 5 എഴുതും ഡിനോമിനേറ്ററിൽ. 6 × 2 എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ നമ്മൾ 12/5 എന്ന് എഴുതും. ഇനി 12നെ 5ൻ്റെ ടേബിളിൻ്റെ മൾട്ടിപ്പിൾ വരുന്ന രീതിയിൽ 12നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. 10 + 2 എന്ന് എഴുതാം. /5. ഓക്കെ. അതായത് ഇപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി? നമുക്ക് 10/5 നേരത്തെ പറഞ്ഞ പോലെ 10/5 പ്ലസ് 2/5 എന്ന് നമുക്ക് കിട്ടി അല്ലേ? 10/5 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 + 2/5 എന്ന് നമുക്ക് കിട്ടി. ഇതിനെ ചേർത്ത് എഴുതിയാൽ 2/5 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. നോക്കുക, എന്താണ്? 2/5 × 3/4. ഇത് നമുക്ക് നേരെ ചെയ്താൽ മതി. ഈ 2ഉം 3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 3 ഈ 5ഉം 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 4. 2 × 3 എന്ന് പറയുന്നത് 6 ആണ്. 5 × 4 എന്ന് പറയുന്നത് 20 ആണ്. 6/20 എന്ന് കിട്ടി. ഇതൊരു വലിയ ഫ്രാക്ഷനാണ്. ഇതിനല്പം കൂടെ ചെറുതാക്കണം. സ്മോളസ്റ്റ് ഫ്രാക്ഷനിലോട്ട് മാറ്റണം. ഈ 6ഉം 20 നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇത് രണ്ട് 2ൻ്റെ ടേബിളിൽ വരുന്നതാണ്. അതായത് 2 3 6. നമുക്ക് 6നെ 2 കൊണ്ട് കട്ട് ചെയ്താൽ 3 ടൈംസ് ആണ്. ഈ 20യും നമ്മൾ 2 കൊണ്ട് കട്ട് ചെയ്താൽ നമുക്ക് 10 എന്ന് കിട്ടി. 20 അല്ലേ? 2 10 20 ആണ്. അത് നമുക്ക് 3/10 എന്ന് ആൻസർ കിട്ടും.
ഇവിടെ നമ്മൾ 10^2/5 എന്ന് എഴുതിയിട്ടുണ്ട്. വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കി ഈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോയാലും കുഴപ്പമില്ല, ഇത് എഴുതിയാലും ഓക്കെ.